ഈ ഇറാൻ തീരുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഏറെ നാളുകളായിട്ട് ഈ ഇസ്രയേലിനോട് ഒരു വലിയൊരു പുകച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുള്ളത് ഇറാൻ്റെ ഒരു വലിയ മോഹമാണ്. ഇപ്പം ഇറാൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീ മഴയാണ് അവിടെ. നമ്മളെ ശരിക്കും പറഞ്ഞാൽ അതൊരു മൃഗതൃഷ്ണ പോലെ, അറേബ്യൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയുണ്ടല്ലോ, മരീചിക എന്ന് പറയുന്നത് പോലെ അങ്ങനെ കത്തിത്തീരുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ ധാരാളമായിട്ട് എതിർപ്പുണ്ട്. അടുത്തിടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗോൾഡൻ പാം അവാർഡ് നേടിയ സംവിധായകൻ പോലും ഈ പ്രാവശ്യം നേടിയ ആൾ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാഫർ പനാഹി. അതെ, അദ്ദേഹത്തിന് പനാഹി വീട്ടുതടങ്കലില്ല. പുതിയ ചിത്രവുമായിട്ട് അദ്ദേഹം കാൻ ഫെസ്റ്റിവൽ വന്നു. വീണ്ടും തിരിച്ച് ഇറാനിലേക്കാണ് പോയത്. അപാര സംവിധായകനാണ്. അദ്ദേഹം പാരീസിൽ താമസിച്ചിരുന്നു. പാരീസ് എനിക്ക് ഇഷ്ടപ്പെടുകയില്ല, എനിക്ക് എൻ്റെ ഇറാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് പോയി. ആ രാജ്യം എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഈ പാഴ്സികളുടെ സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെ ഉദ്ഭവ സ്ഥാനമാണത്. സ്വരാഷ്ട്രീയൻ എന്ന് പറയുന്ന മതത്തിൻ്റെ, പാഴ്സികൾ എന്ന് പറയുന്നത് അവരുടെ അവിടെ നിന്ന് പിന്നെ പ്രശ്നങ്ങൾ കലഹങ്ങൾ ഉണ്ടായി വന്നതാണല്ലോ ഇന്ത്യയിലേക്ക്. മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണത്. പക്ഷേ മതരാഷ്ട്ര ഭീകരവാദം നിൽക്കുന്നു. അത് 1970-കളിൽ പഹ്ലാവി രാജാവിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഖൊമൈനി ഭരണം ദൈവത്തിൻ്റെ പ്രതീകമായിട്ട്, ദൈവം പറയുന്നതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭരണം തുടങ്ങിയതിൽ പിന്നാണ് ഈ മതസ്വാതന്ത്ര്യം, പിന്നെ മതസ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു സ്വാതന്ത്ര്യവും ഇല്ല. കലാപരമായ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, എല്ലാം, വേഷത്തിനുള്ള സ്വാതന്ത്ര്യം, മുടി പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, ഇത് മുഴുവൻ വിലക്കിക്കൊണ്ടുള്ള ഒരു മതരാഷ്ട്രമായിട്ട് അവിടുത്തെ ആളുകളെല്ലാം മതദേഹങ്ങളാക്കി, പൗരന്മാരല്ല, മിയർ മതദേഹങ്ങളാക്കി അവിടുത്തെ നിയമങ്ങൾ അങ്ങ് മാറ്റുകയാണ് ഉണ്ടായത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ട് കേട്ടോ, അതിൻ്റെ കീഴിൽ ഒരു പ്രസിഡൻ്റൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ടിലിരിക്കുന്ന നേതാവ് തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇയാളെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്തും, ഇയാളെ തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കാരണം ഇയാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിക്കും. അത് ദൈവ വിളംബരമാണ്, നടപ്പാക്കാതിരിക്കാൻ പറ്റും. ദൈവ ആജ്ഞയാണെന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ 190 വയസ്സായി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴും ഈ വാശിക്കും പേരിനും ഒരു കുറവുമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ഇങ്ങോട്ടൊരു ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തോട് എതിർപ്പുള്ള ആൾക്കാരും ആ ഇറാൻകാരായിട്ടങ്ങ് മാറി. അവരുടെ ദേശീയ വികാരം ഒന്ന് പ്രോജ്വലമായി. അപ്പോൾ ഇസ്രായേലിനോടുള്ള എതിർപ്പ്, അതിൻ്റെ ഏറ്റവും വലിയ സ്പഷ്ടമായ ഒരു ഉദാഹരണമാണ് നമ്മൾ അവരുടെ ന്യൂസ് സ്റ്റുഡിയോയിൽ, ഇറാനിൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ മാത്രമേ അവിടെ സ്വാതന്ത്ര്യമുള്ളൂ. അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന, അതിനെ ഇറിബ് എന്ന് പറയും ചുരുക്കി. അവിടെ സ്റ്റുഡിയോയിൽ അവതാരകയായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് സഹർ ഇമാമി എന്നാണ്. സഹർ ഇമാമി ഇതൊക്കെ ഇട്ടുകൊണ്ടാണ്, ഇതൊക്കെ ഇട്ടുകൊണ്ടാണ്, പർദ്ദയൊക്കെ ഇട്ടുകൊണ്ടാണ് വാർത്ത വായിക്കുന്നത്. അതേ അനുവാദമുള്ളൂ, അല്ലാതെ ഇരുന്നാൽ ജയിലിൽ പോയി കിടക്കും. അതാണ് അവിടുത്തെ രീതി. അപ്പോൾ അത് ഇട്ടുകൊണ്ട് വാർത്ത വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മുകളിൽ നിന്ന്, എനിക്ക് വാർത്ത വായിക്കാൻ പറ്റുന്നില്ല, ആ ഷെൽ അവിടെ അവർ മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ പൊടികളൊക്കെ വീണുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഇസ്രായേലിനെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വാശിയോടും വീറോടും കൂടി. അത് തന്നെ ഇറാൻ ജനതയുടെ വികാരങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മേൽക്കൂരയെല്ലാം കൂടെ ഇളകി നിലം പതിച്ച് അവരുടെ തലയിൽ വീണു. അവരിറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ച് പേടിച്ച് പോയതാണെന്ന് ഞാൻ വിചാരിച്ചു. തിരിച്ച് പൂർവാധികം വാശിയോടുകൂടി സ്റ്റുഡിയോയിൽ വന്ന്, ചുണയുണ്ടെങ്കിൽ ഇനിയും മിസൈൽ അയക്കട. ഒരു അവതാരക ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ ഒരു ധൈര്യം കാണിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരുടെ ധൈര്യം എത്രമാത്രമാണ് എന്ന് മാത്രമല്ല ചരിത്രം. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു കാര്യം നോക്കണം, ഇത് തകർത്ത് കയറി വന്നത് ഔദ്യോഗിക TV കേന്ദ്രമാണ്, സ്വകാര്യ ചാനലല്ല. ഔദ്യോഗിക TV കേന്ദ്രം തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ചില എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ദൂരദർശനും ആകാശവാണിക്കും വലിയ പ്രൊട്ടക്ഷനാണ്. ഇപ്പോഴും അല്ലാത്തപ്പോഴും പോലീസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഔദ്യോഗിക TV കേന്ദ്രം തകർത്തു എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ കേന്ദ്രം തകർത്ത് വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇറാനിൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു മൊസാദിൻ്റെ ഒരു ക്യാമ്പുണ്ട്.
ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻസ് ആയിട്ടുള്ള അവരുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ ചാര സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. രഹസ്യാന്വേഷണ ഏജൻസി അല്ല, ശരിക്കും ചാര സംഘടനയാണ്. അതിൻ്റെ ഒരു കമാൻഡ് അവിടെ തന്നെ ഉണ്ട്, ഇറാനിൽ തന്നെ. ഇത് എവിടെയാണെന്ന് കൊമേനിക്കോ അതിൻ്റെ തെരഞ്ഞെടുത്ത ഭരണാധികാരിക്ക് ഇറാനിലെ പൗരന്മാർക്കും അറിയത്തില്ല. അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കൃത്യതയോട് കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കൊന്നല്ലോ. ആണവോർജ്ജ പദ്ധതിയുടെ കമാൻഡർ, അതുപോലെ സൈന്യത്തിൻ്റെ കമാൻഡർ, മുഴുവൻ പേരെയും വധിച്ചു. ഇന്ന സ്ഥലത്തുണ്ട് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് പ്രിസൈസ്. അവരുടെ കൃഷി പ്രിസൈസാണ്, കൃത്യതയാർന്ന കൃഷി. അതുപോലെ തന്നെ കൃത്യതയാർന്നതാണ് അവരുടെ മിസൈൽ. പക്ഷേ ഇറാൻ്റേതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കണ്ണം മാവിലെറിയുന്ന പോലെയാണ് അവർ മിസൈൽ വർഷിക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ടു അത്രയേ ഉള്ളൂ. ഒരു ഉന്നം വെച്ച് ഒരൊറ്റ വെടിയിലാണ്. പക്ഷേ ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി ഇക്കാര്യത്തിലുള്ളത് ഇസ്രായേലിലാണ്. അതുകൊണ്ട് കൃത്യതയാർന്ന അവർക്ക് ആക്രമണം നടത്താൻ പറ്റുന്നു. അങ്ങനെയാണ് 250-ലധികം പേരെ ഇവിടെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷേ മിസൈൽ ഇങ്ങനെ ഇറാൻ അയച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെടുന്നത് നല്ല കാര്യമെന്ന് പറയുകയല്ല. അതിൻ്റെ ലക്ഷ്യവേദിയായിട്ട് എത്തിയത് 25 പേര് മാത്രമാണ്. 25 പേരിൽ അവിടുത്തെ US എംബസിയുടെ സമീപത്തുള്ള ആൾക്കാർ കൂടി ഉൾപ്പെടുന്നു. ആ US എംബസിയിലേക്ക് കൂടി മിസൈൽ പതിച്ചു. എന്നിട്ടും അമേരിക്ക മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് തലവെച്ച് കഴിഞ്ഞാൽ ഊരിപ്പോകാൻ പ്രയാസമാണ്. പണ്ടൊരിക്കൽ ഇറാഖിൽ തലവെച്ച് അനുഭവിച്ചതാണ് അവരെ. ആ ഇറാഖ് ശക്തമായ രാഷ്ട്രമാണെന്ന് അന്ന് തെളിയിച്ചു. ആ ഇറാഖിന് നേരെ ആക്രമണം നടത്തി, വർഷങ്ങളോളം നീണ്ടു നിന്ന് ആക്രമണം നടത്തി ആ ഇറാഖിനെ തോൽപ്പിച്ച രാജ്യമാണ് ഇറാൻ. വെറുതെയാണെന്ന്. ഈയിടെ അവർ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്തി. പാകിസ്ഥാൻ തിരിച്ചും ആക്രമണം നടത്തി. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രമെന്ന് മാത്രമല്ല വിജയനാഥെ, വലിയൊരു ഭീഷണി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലത്താണല്ലോ പാകിസ്ഥാനിൽ ഈ ബോംബുണ്ടാക്കിയത്. അതിന് പേരിട്ടത് എന്താണ്? ഇസ്ലാമിക് ബോംബ്. എന്താ കാര്യം? സൗദി അറേബ്യ, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരുടെയും കൂടെ പണം സ്വരൂപിച്ചിട്ടാണ് ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അതെന്തിനു വേണ്ടിയാണ് ഇസ്ലാമിക് ബോംബെന്ന്, പാകിസ്ഥാൻ ബോംബെന്ന് പറയാത്തത്? ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഏതിനെങ്കിലും ഭീഷണി നേരിട്ടാൽ ആ നിമിഷം ഞങ്ങൾ ബോംബ് വർഷിക്കും എന്നുള്ളതാണ് വാക്ക്. അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് ഭൂട്ടോയുടെ കാലത്താണ്. അപ്പോൾ ഇപ്പോൾ ഇറാനിലെ തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള സൈനിക നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ പാകിസ്ഥാൻ ബോംബ് ഇസ്രായേലിലേക്ക് അയക്കും. പാകിസ്ഥാൻ്റെ നേതൃത്വം ഇതുവരെ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ആ തരത്തിലുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ അമേരിക്കയും പോലും മാറി നിൽക്കുന്നത്. കാരണം അമേരിക്കയുടെയും ചൈനയുടെയും കുഞ്ഞാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവർ രണ്ടും താലോലിച്ച് വളർത്തിയതാണ് ഈ ബോംബെന്ന് പറയുന്നത്. പലർക്കും അറിയാൻ വയ്യാത്ത കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യ ആ ബോംബിന് നേരെ അടുത്തപ്പോൾ തുടരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. അതാണ് അതിൻ്റെ കാര്യം. ആ ബോംബ് തകർക്കും എന്ന് പറഞ്ഞ ആണവ വികിരണം ഉണ്ടാവുന്നതാണ്. അതാണ് അവർക്ക് നൊന്തു, ട്രംപിന് നൊന്തു. അതുപോലെയാണിപ്പോൾ ഇവിടെ നെക്സാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടുന്ന് വികിരണം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇറാൻ്റെ കലവറയിൽ മിസൈലുകൾ ആയിരക്കണക്കിനുണ്ട്. ഇനിയും വർഷങ്ങളോളം ഇസ്രായേലിലേക്ക് അയക്കാനുള്ള മിസൈലുകളുണ്ട്. നമ്മുടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ കൊച്ചൊരു രാജ്യമാണ്, ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യത്തേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് വൻതോതിലുള്ള നാശം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മിക്കവാറും പ്രധാനപ്പെട്ട നാറ്റോ സഖ്യങ്ങളുടെ ഒക്കെ വിമാനങ്ങളൊക്കെ കപ്പലുകളും, അങ്ങനെയാണ് ഇന്ത്യൻ തീരത്തൊരു കപ്പൽ വന്നത്. പെട്രോൾ തീർന്നപ്പോൾ അതിൻ്റെ ഒരു വിമാനത്തിന് തിരുവനന്തപുരത്ത് വരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വിന്യസിച്ചുകൊണ്ട് അവരുടെ ഒരു ഇടപെടൽ അതിനു മുമ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ യുദ്ധത്തിനൊരു അറുതി വരൂ. അല്ലാതെ ഹമാസിനെയും ഹെസ്ബുള്ളയെയും ഒക്കെ തോൽപ്പിച്ച പോലെ ഇറാനെ അങ്ങ് തോൽപ്പിച്ച് കളയാം എന്ന് ഇസ്രായേൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ദിവാസ്വപ്നം മാത്രമാണ്. ഇത് കളി ലെവൽ വേറെയാണ്, കളി വേറെയാണ്. വിട്ടുകൊടുക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അബ്ദുള്ള ഇന്നലെ പറഞ്ഞത്, ഏതെങ്കിലും ഇസ്ലാമിക രാജ്യം, അത് ഷിയ ആയാലും സുന്നി ആയാലും, ആക്രമണ ഭീഷണി നേരിട്ടാൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ അവിടെയും വർഗീയതയാണ്. എങ്കിലും ആ വർഗീയത ലോകത്തിന് വലിയൊരു ഭീഷണിയാണ്. ഇന്ത്യയിലെ ഈ വർഗീയത, നിലമ്പൂരിലെ ആ വർഗീയത പോലെ അല്ല അത് ലോകത്തിന് വലിയൊരു ഭീഷണിയാവും. അങ്ങനെയാണെങ്കിൽ അനിസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ സംഘടിച്ച് മറുവശത്ത് നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ലോകം തന്നെ വർഗീയത വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വിജയനാഥെ സംഭവിക്കുക? ഇസ്ലാമികമെന്നും പറഞ്ഞ് കുറേ പേരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരുന്നത്, വേണമെങ്കിൽ നമുക്ക് പറയാം, സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമായിരിക്കും. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം നമ്മൾ കണ്ടത്
ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന പ്രബല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അല്ലേ? അതെ. പക്ഷേ ഇവിടെ വരുമ്പോൾ സംസ്കാരങ്ങൾ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു വശത്തും മറ്റ് മതവിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് മറുവശത്തുമായിട്ടൊരു യുദ്ധം, ആ തരത്തിലൊരു ധ്രുവീകരണം വന്നു കഴിഞ്ഞാൽ എന്തൊരു വിനാശകരമായിരിക്കും സംഭവം. പിന്നെ ഈ ഭൂമി ഉണ്ടാവുമോ, ഈ ഗ്രഹം ഉണ്ടാവുമോ? അതാണ് വലിയൊരു ഭീഷണിയായിട്ട്. അപ്പോൾ വാസ്തവത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ രാഷ്ട്രങ്ങൾ സംഘടിപ്പിക്കുന്നത് തന്നെ അശ്ലീലമാണ്, അത് വർഗീയമാണ്, അത് പാടില്ലാത്തതുമാണ്, ഒരിക്കലും പാടില്ലാത്തതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.